ഗൈസ്, അപ്പം നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പോണ വീഡിയോ കാണാം. ശരിയാണ് ഗൈസ്. അർജുൻ്റെ വണ്ടി ഉള്ളിൽ കയറ്റിയോ? ആട്ടിയില്ലേ എങ്ങടാ? അങ്ങനെ പൂട്ടാൻ പറ്റാണ്ട് ഉപ്പ ഇറങ്ങേണ്ടി വന്നു. ഉപ്പ ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ നമുക്ക് അയ്യോ ഗ്ലാസ് താഴ്ത്താം. ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. നാഫിൽ പറഞ്ഞ പോലെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഷോപ്പിങ്ങിന് പോവാണെന്ന്. അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. വീട്ടിലേക്കുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയത് ചേലക്കരയിലുള്ള റോയൽക്കായിരുന്നു. പിന്നെ കടയുടെ മുമ്പിലായിട്ട് പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നീങ്ങി പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നടക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇതാ നേരെ ഓപ്പോസിറ്റ് കാണുന്ന കടയാണ് കേട്ടോ. ഈ ഒരൊറ്റ കടയിലേക്ക് പോയാൽ മതി കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ലഭിക്കും കേട്ടോ. അപ്പോൾ ബേക്കറി ഐറ്റംസിനും പിന്നെ സ്കൂൾ ഐറ്റംസ്, പിന്നെ നമ്മുടെ TV, ഫ്രിഡ്ജ് അങ്ങനത്തെ ഐറ്റംസിന് അതും ഉണ്ട്. പിന്നെ എന്തെല്ലാം ആവശ്യമുണ്ട് ഒരു വീട്ടിലേക്ക് അതൊക്കെ ലഭിക്കും. ഈ ഒരൊറ്റ കടയിൽ കയറിയാൽ മതി. നമുക്ക് പിന്നെ ഇങ്ങനെ വേറെ മാറി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചേലക്കര റോയൽക്ക് തന്നെ പോയത്. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്യണ തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ നാഫിലാണ് നമ്മുടെ വീഡിയോസൊക്കെ എടുക്കണത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ബേക്കറി ഐറ്റംസ് എടുക്കാനായിട്ടാണ് പോയത്. കുറച്ച് കേക്കും ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വാങ്ങിട്ടോ.
അങ്ങനെ നമ്മൾ ബില്ലടിക്കണോടത്തേക്ക് എത്തി. അതിൻ്റെ ഇടയിലാണ് അർജുനൊരു ബോൾ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോൾ എടുക്കാനായിട്ട് വീണ്ടും പോയിട്ടോ. അങ്ങനെ അവനൊരു കുഞ്ഞ് ബോൾ വാങ്ങി. പിന്നെ ബില്ലൊക്കെ അടിച്ചതിന് ശേഷം അലിക്ക കാറ് എടുക്കാനായിട്ട് പോയിട്ടോ. ഞങ്ങളിവിടെ നിൽക്കുകയാണ് ചെയ്തത്. നമ്മൾ കുറച്ച് നീങ്ങിയിട്ടാണല്ലോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ കാർ എടുക്കാൻ പോയി. ഞങ്ങളവിടെ നിന്നു. ആ സമയം കൊണ്ട് തന്നെ അർജുനോടെ ഭയങ്കര കൂട്ടായിട്ടോ. അവിടുത്തെ കാക്കമാരോട് കൂടിയിട്ട് ഭയങ്കര ബോള് കളിക്കലൊക്കെ തുടങ്ങിട്ടോ. അങ്ങനെ അതൊക്കെ വണ്ടിയൊക്കെ ആയിട്ട് വന്നത് സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റിയാണ് കേട്ടോ. പിന്നെ നേരെ പോയത് വണ്ടിയിൽ പെട്രോൾ അടിക്കാനായിരുന്നു. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിട്ടത് നാഫിലിന് ഷൂ വാങ്ങാനായിരുന്നു കേട്ടോ. ഞാനും അറവിയും അർജുനും വണ്ടിയിൽ തന്നെ ഇരുന്നു. ഇക്കും നാഫിലും പാടെ പോയിട്ടാണ് കേട്ടോ ഷൂ വാങ്ങിയത്. അങ്ങനെ ഷൂ ഒക്കെ വാങ്ങി ഒരു രാത്രി 8:30 ആയിട്ടോ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ. ഈ കാണുന്ന വഴിയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ. തൊഴുപ്പാടത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്. തൊഴുപ്പാടം നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. കുഞ്ഞൊരു ഗ്രാമമാണ് കേട്ടോ. നല്ല രസമാണ്, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ പോണ വഴി തന്നെ 2 സൈഡിലും റബ്ബർ തോട്ടമൊക്കെ ആയി ഇങ്ങനെ ഉൾവഴി കൂടെയാണ് കേട്ടോ നമ്മൾ പോണത്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. ഇതാ കാണുന്നതാണ് നമ്മുടെ സെൻറ്റർ, തൊഴുപ്പാട സെൻറ്ററാണ് കേട്ടത്. തൊഴുപ്പാട് ഒരു കൊച്ചു ഗ്രാമമാണ് കേട്ടോ. കാടും തോടും പുഴയും പാടും ഒക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ കൊച്ചു ഗ്രാമം കാണണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യട്ടോളി. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇടുന്നുണ്ട്. ഇപ്പോഴാ നമ്മുടെ തൊഴുപ്പാടത്തും മെഡിസ്റ്റാർ ക്ലിനിക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാളിരിക്കുന്നുണ്ട് കേട്ടോ. ഹലോ, ഞാൻ ഫാത്തിമയാണ്. കുഞ്ഞിമ്മയുടെ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണട്ടോ. ഇത് ഉമ്മർഖാൻ്റെ മോളാണ് കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ അവൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫാത്തിമ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യാൻ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.